CPIM നേതാവ് KJ ഷൈൻ നൽകിയ സൈബർ ആക്രമണ കേസിൽ ഒന്നാം പ്രതി CK ഗോപാലകൃഷ്ണന്റെ മുൻകൂർ ജാമ്യാപേക്ഷ എറണാകുളം ജില്ലാ സെഷൻസ് കോടതി ഇന്ന് പരിഗണിച്ചേക്കും. ജാമ്യാപേക്ഷയിൽ നിന്ന് പോലീസ് റിപ്പോർട്ട് കൈമാറും. അതേസമയം ഇന്നലെ KM ഷാജഹാനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് നേരിട്ട് തിരിച്ചടി മറികടക്കാനുള്ള ശ്രമവും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും, പ്രത്യേകിച്ച് സൈബർ പോലീസിന്റെ ഭാഗത്തു നിന്ന്. കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജനാണ് ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നത്. നിതിൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, CPIM നേതാവ് KJ ഷൈനെ അപവാദ പ്രചരണം നടത്തിയ കേസിൽ അപവാദ പ്രചരണം നടത്തിയ കേസിൽ ഒന്നാം പ്രതിയാണ് CK ഗോപാലകൃഷ്ണൻ. കോൺഗ്രസിന്റെ പറവൂർ മണ്ഡലം സെക്രട്ടറിയാണ് CK ഗോപാലകൃഷ്ണൻ. ഗോപാലകൃഷ്ണന്റെ കെടാമംഗലത്തെ വീട്ടിലടക്കം പോലീസ് പരിശോധന നടത്തി ഫോണുകളടക്കം പിടിച്ചെടുത്തിരുന്നു. ഗോപാലകൃഷ്ണൻ ഒളിവിലാണ്. ഇതിനിടയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി നേരെ ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് പോയത്. ഏതായാലും ഇന്ന് ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഹർജി പരിഗണിച്ചേക്കുമെന്നുള്ള ഒരു വിവരമാണ് പങ്കുവയ്ക്കാനുള്ളത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടും പോലീസ് കോടതിയിൽ കൈമാറും. കൂടാതെ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നുള്ള വിവരമാകും ഇന്ന് അന്വേഷണ സംഘം കോടതിയെ അറിയിക്കുക. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ആലുവ സൈബർ പോലീസിൽ ഗോപാലകൃഷ്ണൻ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ചോദ്യം ചെയ്യലിനായി ഇതുവരെ ഗോപാലകൃഷ്ണൻ ഹാജരായിട്ടില്ല. അതോടൊപ്പം തന്നെ KJ ഷൈൻ മാത്രമല്ല മറ്റ് 4 MLA മാരും ഇത്തരത്തിൽ അപവാദ പ്രചരണവുമായി ബന്ധപ്പെട്ട് CK ഗോപാലകൃഷ്ണനെതിരെ പരാതി നൽകിയിരുന്നു. ആ നിലയിലുള്ളൊരു റിപ്പോർട്ടാകും ഇപ്പോൾ അന്വേഷണം തുടരുന്ന ഒരു റിപ്പോർട്ട് തന്നെയാകും ഇന്ന് സംഘം കോടതിയിൽ കൈമാറുക. മറ്റൊന്ന്, ഇന്നലെ KM ഷാജഹാനെ ജാമ്യം ലഭിച്ചിരുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ KM ഷാജഹാനെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു. പക്ഷേ ഇന്നലെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ പോലീസിനെതിരെ വലിയ ചോദ്യങ്ങൾ തന്നെയാണ് കോടതിയുടെ ഭാഗത്തും ഉണ്ടായത്. കാരണം 3 മണിക്കൂർ കൊണ്ട് FIR രജിസ്റ്റർ ചെയ്ത് നേരെ തിരുവനന്തപുരത്തെത്തി KM ഷാജഹാനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ ചെങ്ങമ്മനാട് SIക്ക് ഈ ഒരു കേസിൽ എന്താണ് അധികാരം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസിനെതിരെ ഇന്നലെ കോടതി ചോദിച്ചിരുന്നു. പിന്നീട് SITയുടെ റിപ്പോർട്ടടക്കം കോടതിയിൽ ഹാജരാക്കണം എന്നൊരു ആവശ്യമാണ് ഇന്നലെ ഈ ജാമ്യാപേക്ഷ ബന്ധപ്പെട്ട് ഹർജി പരിഗണിക്കവേ പോലീസോട് കോടതി ചോദ്യങ്ങൾ ചോദിച്ചത്. അങ്ങനെ വലിയ തിരിച്ചടി ഇന്നലെ തന്നെ കേസിൽ ഉണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ കൂടുതൽ പരിശോധനകളും അതോടൊപ്പം തന്നെ കൂടുതൽ ആളുകളെ പ്രതി ചേർക്കാനുള്ള ഒരു നടപടിയാകും പോലീസ് സ്വീകരിക്കുക. കൂടാതെ ഇതുവരെ 4 ഫോണുകളാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. എന്തായാലും ശക്തമായ ഒരു അന്വേഷണം മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ കൂടുതൽ പേരെ പ്രതി ചേർക്കാൻ നടപടികൾ പോലീസിന്റെ ഭാഗത്തും ഉണ്ടാകും. അതിനിടയിൽ ഒരു തിരിച്ചടി ഇന്നലെ KM ഷാജഹാന്റെ കേസിൽ പോലീസിന് ഉണ്ടായിട്ടുണ്ട്. കൂടാതെ ഇന്നിപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് ഈ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഈ അന്വേഷണവുമായി സഹകരിക്കില്ലെന്ന റിപ്പോർട്ടാകും ഇന്ന് അന്വേഷണ സംഘം കോടതിയിൽ കൈമാറാൻ സാധ്യത. നിതിൻ അംബുജനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.